ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരള ടൂറിസം വകുപ്പിന്റെ പരിപാടിയിൽ ചാരവൃത്തിക്ക് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര പങ്കെടുത്ത സംഭവം ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച സംഘപരിവാർ നേതാക്കൾക്കും സംഘി പ്രൊഫൈലുകൾക്കും ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. 2023 നടന്ന വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന പ്രയാണത്തിൽ അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനൊപ്പം ജ്യോതി മൽഹോത്ര പങ്കെടുത്ത വീഡിയോ പുറത്തുവന്നതോടെ ബിജെപിയും പരിവാർ സംഘടനകളും പ്രതിരോധത്തിലായി. ഈ വിഷയം ചൂണ്ടിക്കാട്ടി സംഘപരിവാറിനെതിരെ CPM പ്രൊഫൈലുകൾ ശക്തമായ പ്രത്യാക്രമണമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ബ്ലോഗർ ജ്യോതി മൽഹോത്ര ചാരവൃത്തി കേസിൽ പിടിയിലാകുന്നത്. ഇവരുടെ രഹസ്യ ഡയറിയിൽ പാകിസ്ഥാന് അനുകൂലമായ നിരവധി പരാമർശങ്ങൾ കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു. ഈ അറസ്റ്റിന് പിന്നാലെയാണ് ജ്യോതി മൽഹോത്ര കേരള ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരം സംസ്ഥാനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് എന്ന വാർത്ത പുറത്തുവന്നത്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഇൻഫ്ലുവൻസർമാരെ ക്ഷണിച്ച കൂട്ടത്തിൽ ഇവർ ഉൾപ്പെട്ടു എന്നായിരുന്നു ആരോപണം. ഒരു ചാരവൃത്തി കേസിൽ ഉൾപ്പെട്ട വ്യക്തിയെ എന്തിന് ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിച്ചു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ബിജെപിയും സംഘപരിവാർ സംഘടനകളും മന്ത്രി റിയാസിനെതിരെ ശക്തമായ കടന്നാക്രമണം നടത്തി. മന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നും വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കി. റിയാസിനെതിരായ ആക്രമണം BJP ശക്തിപ്പെടുത്തുന്നതിനിടയിലാണ് അവർക്ക് അപ്രതീക്ഷിത തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നത്. 2023 കേരളത്തിലെ 2ാം വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത യാത്രയിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനുമൊപ്പം ജ്യോതി മൽഹോത്ര യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. 2023 സെപ്റ്റംബർ 25 ജ്യോതി മൽഹോത്ര തന്നെ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോയിൽ അന്നത്തെ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന മുരളീധരൻ വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ച് ജ്യോതിയോട് വിശദമായി സംസാരിക്കുന്നതും കാണാം. ഈ വീഡിയോ പുറത്തു വന്നതോടെ BJPയും സംഘപരിവാർ കേന്ദ്രങ്ങളും കടുത്ത പ്രതിരോധത്തിലായി. മന്ത്രി റിയാസിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ച BJP നേതൃത്വം സ്വന്തം കേന്ദ്രമന്ത്രിക്കൊപ്പമുള്ള ജ്യോതി മൽഹോത്രയുടെ സാന്നിധ്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകാൻ വിഷമിച്ചു. വടികൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഉള്ളത് എന്ന് CPM പ്രവർത്തകർ തുറന്നടിക്കുന്നുണ്ട്. CPM പ്രൊഫൈലുകൾ ഈ അവസരം ശരിയായി ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. അവർ BJPക്കെതിരെ ശക്തമായ പ്രത്യാക്രമണം തന്നെ ആരംഭിച്ചു തുടങ്ങി. റിയാസ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായതിനാലാണ് രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്നാണ് CPM പ്രവർത്തകർ പറയുന്നത്. ഒരാളെ കണ്ട മാത്രയിൽ തന്നെ തിരിച്ചറിയാൻ മനുഷ്യന്റെ മനസ്സ് തിരിച്ചറിയുന്ന യന്ത്രം രാജ്യത്തെ ഒരു മന്ത്രിയുടെ ഓഫീസിലും ഇല്ലെന്നാണ് അവർ വാദിക്കുന്നത്. മന്ത്രി റിയാസ് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ചാരവൃത്തി ചെയ്യുന്ന ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നത്. നല്ല ലക്ഷ്യത്തോടെയാണ് വ്ളോഗർമാരെ കേരളത്തിൽ കൊണ്ടുവരുന്നത്. ഈ വിഷയത്തിൽ മന്ത്രിയെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കിയത്. CPM വാദങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതായിരുന്നു സതീശന്റെ ഈ പരാമർശം. ഇത് BJPയുടെ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തു. ടൂറിസം വകുപ്പിൽ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ വന്നുപോയ കുറേയധികം ഇൻഫ്ലുവൻസർമാരിൽ ഒരാൾ മാത്രമാണ് ജ്യോതി മൽഹോത്രയെന്നും CPM ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബ്ലോഗർമാരുടെ പട്ടിക ടൂറിസം മന്ത്രിയുടെ ഓഫീസല്ല തയ്യാറാക്കുന്നത്. പാനൽ ചെയ്ത മാർക്കറ്റിംഗ് ഏജൻസിയാണ് യൂട്യൂബിൽ 3.92 ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള ജ്യോതിയെ തിരഞ്ഞെടുത്തത്. സാമൂഹ്യ മാധ്യമത്തിലെ സ്വീകാര്യത കേരള ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുകയായിരുന്നു ലക്ഷ്യം. 2025 ജനുവരിയിൽ ഇവർ വന്ന സമയത്ത് ഇവരുടെ പേരിൽ ചാരവൃത്തി കേസ് നിലവിൽ ഉണ്ടായിരുന്നില്ല എന്നതും പ്രധാനമാണ്. ഇത്തരം വിഷയങ്ങളിൽ മുന്നറിയിപ്പ് നൽകേണ്ട കേന്ദ്ര ഇന്റലിജൻസ് യാതൊരു അറിയിപ്പും നൽകിയിട്ടുമുണ്ടായിരുന്നില്ല. കേസ് വന്നതിന് ശേഷവും ഇവരെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ മാത്രമാണ് അത് കുറ്റകരമാകുന്നത്. വി മുരളീധരൻ ജ്യോതി മൽഹോത്രയെ ക്ഷണിച്ചിട്ടില്ലെന്നും അവർ സ്വന്തം ഇഷ്ടത്തിന് വന്നതാണെന്നും വാദിച്ചു. എന്നാൽ ഈ വാദം മന്ത്രി റിയാസിന്റെ കാര്യത്തിലും ബാധകമല്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്നാൽ അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുത്ത് ആറ്റുനോറ്റ് കയ്യിൽ കിട്ടിയ ഒരു അവസരം വിട്ടുകളയാൻ BJPക്ക് കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ജ്യോതി മൽഹോത്ര BJPയിലെ ഉന്നത നേതാക്കളുമായി ബന്ധം പുലർത്തുന്ന വനിതയാണെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഇവർ പങ്കെടുത്ത BJP പരിപാടികളുടേതെന്ന് പറയപ്പെടുന്ന വീഡിയോകളും ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം ദേശീയ തലത്തിൽ തന്നെ BJPയെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നതാണ്. മന്ത്രി മുഹമ്മദ് റിയാസിനെയും ടൂറിസം വകുപ്പിനെയും പ്രതി ചേർത്ത് വിവാദം സൃഷ്ടിക്കാമെന്ന BJPയുടെ വലിയ മോഹത്തിനാണ് ഇതോടെ തന്നെ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. മന്ത്രി റിയാസിനെയും വി മുരളീധരനെയും സംബന്ധിച്ചിടത്തോളം ജ്യോതി മൽഹോത്രയുടെ ചാരവൃത്തി കേസ് അറസ്റ്റ് നടന്നത് 2025 അവർ ഇരുവർക്കുമൊപ്പം പരിപാടികളിൽ പങ്കെടുത്തത് 2023 അന്ന് ജ്യോതി മൽഹോത്രയുടെ പേരിൽ കേസുകൾ നിലവിൽ ഉണ്ടായിരുന്നില്ല. ഈ വസ്തുതയാണ് CPM പ്രധാനമായും പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ മന്ത്രിയെ പ്രതി ചേർക്കാനുള്ള തിടുക്കത്തിൽ BJP നേതൃത്വം ഇത് അംഗീകരിക്കാൻ തയ്യാറുമല്ല.
ഏതായാലും വടി കൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലാണ് നിലവിൽ BJP പുറത്തുവിടുന്ന രേഖകളും വീഡിയോ തെളിവുകളും അവർക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതിനോടൊപ്പം തന്നെ കടുത്ത പ്രതിരോധത്തിലേക്കാണ് അവരെ നീക്കുന്നത്. സംഭവത്തിൽ പുകമറ സൃഷ്ടിച്ച് മന്ത്രി റിയാസിനെ വേട്ടയാടാനും കേരള ടൂറിസത്തെ തന്നെ തകർക്കാനുമുള്ള BJPയുടെ ശ്രമം ഇപ്പോൾ തിരിഞ്ഞു കുത്തിയിരിക്കുന്നത് അവരെ തന്നെയാണ്.